ഇത് ഒരിക്കലും അരിയരുത്. ഓക്കെ. മാങ്ങ ഒന്ന് മുറിച്ചിട്ട് ഓക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കണം. ഓക്കെ റൈറ്റ്. ഇങ്ങനെ എടുക്കണം. ഒരിക്കലും നമ്മള് കട്ട് ചെയ്യരുത്. റൈറ്റ്. ഇതിങ്ങനെ എടുക്കുക. ഓക്കെ. അതുപോലെ എല്ലാത്തിന്റെയും ഊരിയെടുക്കാം. തൊലി മാത്രം പൊളിച്ച് മാറ്റുക. ഔട്ടർ മാത്രം. പാജി വേണമെങ്കിൽ ചെയ്തോ, വേണമെങ്കിൽ ഒരെണ്ണം അറിയണമല്ലോ എങ്ങനെയാണെന്ന്. പഠിക്കണ്ടേ? എപ്പോഴും പഞ്ചാബി ഫുഡ് ഉണ്ടാക്കി പരിചയമുള്ളൂ എനിക്ക്. പക്ഷെ ഇപ്പൊ മലയാളി ഫുഡും കൂടി ഒന്ന് ഒരു ചാൻസ് കിട്ടും, പഠിക്കാൻ കിട്ടണം, പഠിക്കാല്ല. പിന്നെ തീർച്ചയായിട്ടും ഇത് ഇതുപോലെ എല്ലാം ഊരിയെടുക്കാം. പാജി ഇനി നമുക്കിത് ജസ്റ്റ് ഒരു കൈ കൊണ്ട് നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്തെടുക്കണം. കുറച്ച് നന്നായിട്ട് ഇങ്ങനെ ലൈക്ക് കണ്ട, അത് അതിന്റെ ജ്യൂസ് ഇച്ചിരി പുറത്തോട്ട് കൈ. ബിക്കോസ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യലും കൈ വെച്ച് തന്നെ നമ്മൾ യൂസ് ചെയ്യണം, സ്ക്വീസ് ചെയ്യണം. കണ്ട, ഇത് ഭയങ്കര രുചിയുള്ള ഒരു ഡിഷാണ്. ഞാൻ കഴിച്ചിട്ടില്ല. ബിക്കോസ് എല്ലാവരും തേങ്ങ അരക്കും. തേങ്ങ ഒന്നും അരക്കണ്ട, അല്ലാണ്ട് നമുക്ക് നല്ലതായിട്ട് ചെയ്യാതെ. പാജി അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചോ. മതി. ഇനി നമുക്ക് ഇതിനോട്ട് ഈ പഴമാങ്ങ കറി അങ്ങ് ഇടാം. ഓക്കെ.